ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ലാസ്റ്റ് ദിവസമായിട്ടോ മുംബൈയിൽ. നാളെ രാവിലെ 5 മണിക്കത്തെ ഫ്ലൈറ്റിന് നമ്മുടെ നാട്ടിലേക്ക് പോവാം. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് റൗണ്ടായിട്ടോ ഒന്ന് കുറച്ച് പാനിപ്പൂരിയും വേറെ ചാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി തിരിച്ചെന്നാൽ മുംബൈയിലേക്ക് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത കാരണം എനിക്ക് ചാറ്റ് കഴിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ മെയിൻ ഉദ്ദേശം. കാരണം ഈ ഒരു എക്സ്പ്ലോറേഷനൊന്നും ഇനി കിട്ടത്തില്ല. അതുകൊണ്ട് കൈ കിട്ടിയ ചാറ്റുകളെല്ലാം ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ദഹിപൂരി, പാനിപ്പൂരി, പാപ്പിടി ചാറ്റ്, ബേൽപൂരി, ഇങ്ങനെ വേണ്ടുന്ന എല്ലാം ഞാൻ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചേരി മാർക്കറ്റിൽ കൂടെയൊക്കെ നടന്നു. ഇവിടെ നല്ല അടിപൊളി ഫ്രഷ് ജ്യൂസും വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ കിട്ടും കേട്ടോ. അങ്ങനെ അതെല്ലാം നടന്ന് ഞങ്ങൾ ഡിന്നറും വാങ്ങിച്ചുകൊണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് പോയത്. ഞങ്ങൾ വളരെ ചെറിയൊരു ഡിന്നറായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിസ്സ ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇനി പാത്രം കഴിവും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. സമയം ഇപ്പം തന്നെ ഏകദേശം ഒരു 9-9:30 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ഒരു ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോയി റെഡിയാവാൻ പോയിട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഡിന്നർ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു 11-11:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. കാരണം നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 3-3.5 മണിക്കൂറുണ്ട് കേട്ടോ എയർപോർട്ടിലേക്ക്. നമ്മൾ പോകുന്ന വയർ റോഡാണ്. ഇവിടുന്ന് ഡയറക്റ്റ് ലോക്കൽ ട്രെയിനിലാട്ടോ. അതുകൊണ്ട് അവീനെയും കൊണ്ട് ഈ ലഗേജും വെച്ച് മാറി കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള പരിപാടിയാണ്. നല്ല പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ക്യാബിന് പോകുന്നത്. പിന്നെ ക്യാബിന് പോകുമ്പോൾ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാഫിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് നേരത്തെ ഇറങ്ങാൻ തന്നെ വിചാരിച്ചു. ഇനിയാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്, ഈ യാത്ര പറയാമെന്ന് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവീനെ കാര്യം ഒരുപാടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കൂടുതലും നോക്കിയിട്ടുണ്ടായിരുന്ന അനുവും വേണിയായിരുന്നു. കാരണം അവരുടെ കയ്യിൽ അവനെ ഇങ്ങനെ കിട്ടുന്നത് ഇത് ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് അവർ എന്താ പറയുക, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അത് എന്താ പറയുക, ഒരു കൊച്ചച്ഛൻ കൊച്ചമ്മ എന്നുള്ള രീതിയിലുണ്ടല്ലോ, അവർ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവനെ. അതുകൊണ്ട് തന്നെ അവിടുന്ന് പോരുമ്പോൾ അവർക്കും ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഇവൻ കുറച്ച് സമയം എടുത്തു റിയലൈസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ പോവുക, ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കേട്ടോ. അങ്ങനെ മുംബൈയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ്, മുംബൈയോട് മാത്രമല്ല അനുവിനോടും വേണിയോടും അമ്മയോടും എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഇനി മുംബൈയോട് ഒരു കമ്മിറ്റ്മെൻറ്റ്സും ഇല്ല. ഇനി നമ്മൾ എന്നാൽ ഇങ്ങോട്ട് വരുമോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല കേട്ടോ. അനുവും വേണിയും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വേറെ ഒരു കണക്ഷനും മുമ്പേ ആയിട്ടില്ല. അതുകൊണ്ട് എപ്പോഴാണ് ഇനി വരുന്നതിനെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ മുംബൈ എയർപോർട്ടിലെത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. ക്യാബിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയോ ചെയ്തത്. ഈ ക്യൂവും കാരണം എനിക്ക് ഒരുപാട് എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ലഗേജും ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ അത്യാവശ്യം. അങ്ങനെ അവനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ വലിച്ചിരിക്കുന്നത്. ഞാൻ മുംബൈ എയർപോർട്ടിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ട്രാവലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആകെ ഇതിനു മുമ്പ് ട്രാവൽ ചെയ്യുന്നത് നമ്മൾ കൊറോണ സമയത്തായിരുന്നു. അപ്പോൾ ആകെപ്പാടെ വിരലിലുണ്ടാകുന്ന ആൾക്കാർക്കാണല്ലോ ഇങ്ങനെ അപ്രൂവലൊക്കെ കിട്ടത്തുണ്ടായിരുന്നല്ലോ. ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയ ക്യൂവും കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് നമ്മൾ അകത്ത് കയറി ബാക്കി ചെക്കിങ്ങും പരിപാടികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ. കയറി അകത്ത് വന്നപ്പോഴാണ് ഈ ഒരു ഐറ്റം കാണുന്നത് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഉറക്കവും കാര്യങ്ങളെല്ലാം പോയി. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. അതെല്ലാം എടുത്തത് അകത്ത് കയറിയപ്പോഴാണ് അവയ്ക്ക് ഭയങ്കര ദാഹം. സാധാരണഗതിയിൽ പുള്ളിക്ക് വെള്ളം വേണമെന്ന് പുറകെ ചോദിച്ച് കിടന്നാലാട്ടോ കുടിക്കുകയുള്ളൂ. പിന്നെ ഇങ്ങനെ എക്സ്ട്രീം കേസസ് ഒക്കെ വരുമ്പോഴാണ് പുള്ളി ഇങ്ങനെ ചില സന്ദർഭങ്ങൾ, അത് നമ്മൾ എടുക്കാത്തപ്പം ദാഹം വരും എന്ന് പറയത്തില്ലേ, ആ ഒരു അവസ്ഥയിലാട്ടോ പുള്ളിക്ക് ദാഹം വരുന്നതൊക്കെ. അങ്ങനെ പിന്നെ ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ച് കൊടുത്തു. കാരണം ഇൻ്റർനാഷണൽ ട്രാവലിൽ നമുക്ക് വെള്ളം കയറ്റാൻ പറ്റില്ല. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ എടുക്കാതിരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഗേറ്റ് കണ്ടുപിടിക്കണം. മെയിൻ ടാസ്ക് അതായിരുന്നു കേട്ടോ. മുംബൈ എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു സൈലൻറ്റ് എയർപോർട്ട് ആയതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേ നോക്കി തന്നെ വേണം ഗേറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഫേസ് വാഷും കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് വേണി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടായിരുന്നു ചേച്ചിയുടെ ഫേസ് വാഷൊക്കെ ഇവിടെ വെച്ച് മറന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് പിന്നെ അതൊക്കെ ഒരെണ്ണം മേടിച്ചു. പിന്നെ അതുപോലെ അജയ്ശേട്ടൻ കുറച്ച് പെർഫ്യൂം ഷോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞത് ഞങ്ങൾ സീറ്റല്ല ഗേറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു ഇഷ്ടം പോലെ പിള്ളേരുണ്ടായിരുന്നു. നാട്ടിലേക്ക് വെക്കേഷൻ സമയത്ത് പോകുന്നതായിരുന്നു തോന്നുന്നു കേട്ടോ. ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അതുകൊണ്ടായിരുന്നു തോന്നുന്നു ഇഷ്ടം പോലെ പിള്ളേരുണ്ടായിരുന്നു. അവരുടെ കൂടെ എല്ലാം ഓടി ചാടി നടന്ന് കളിക്കുമായിരുന്നു കേട്ടോ. നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 4:30 ആയപ്പോഴത്തേക്കും നമുക്ക് ഓൺ ബോർഡിങ്ങും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നല്ല കളിയായിരുന്നുള്ള. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ കയറിയത് മാത്രമേ പുള്ളിക്ക് ഓർമ്മയുള്ളൂ. പുള്ളി നന്നായിട്ട് കിടന്നുറങ്ങി. അതുകൊണ്ട് തന്നെ എനിക്കും അജയ്ശേട്ടനും ഒട്ടും ഉറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. രാത്രിയിൽ ഞങ്ങൾ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഉറങ്ങിയത് ആകെപ്പാടെ ഈ ഒരു 1.5 മണിക്കൂറായിരുന്നു കേട്ടോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1.5 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആട്ടോ ഇങ്ങനെ ഈ നാട്ടിൽ വന്ന് ലാൻഡ് ചെയ്യണ സമയത്ത്. എന്താണെന്നറിയത്തില്ല, ഒരു പ്രത്യേക ഫീലൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ പ്രാവശ്യം തിരിച്ച് ഇങ്ങോട്ട് വന്ന സമയത്ത് ലഗേജിന് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന എല്ലാ ലഗേജും കിട്ടിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ലഗേജ് കളക്ട് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ ലഗേജൊക്കെ എടുത്ത് നമ്മൾ വെളിയിലിറങ്ങി. ഇപ്പോഴും അവനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച കാരണം മോന്തയൊക്കെ വളിച്ചാട്ടായിരിക്കണത്. അങ്ങനെ എൻ്റെ അച്ഛനും എൻ്റെ അനിയന്മാരും എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ കാണുന്നേക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് അവർക്ക് അവനെ കാണുന്ന കേട്ടോ. അങ്ങനെ ഞങ്ങളിനി വണ്ടി കയറി നേരെ പോകുന്നത് തൊടുപുഴയിലേക്കാട്ടോ. എൻ്റെ വീട് അവിടെയാണല്ലോ. അങ്ങനെ വണ്ടി കയറിയതും അവ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പുള്ളി അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. വീട്ടിലെത്തി അമ്മയുടെ കയ്യിലേക്ക് അവനെ ഏൽപ്പിക്കുമായിരുന്നു കേട്ടോ ചെയ്തത്. ഇനി എനിക്ക് തിരിച്ചു പോകുമ്പോൾ ഇവനെ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.